മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ലീഹന്മാരുടെ മേൽ സ്വർഗം തുറന്ന് അഗ്നിനാവുകളായി ഇറങ്ങിവന്ന് അവർക്ക് ധൈര്യവും ശക്തിയും പകർന്ന പരിശുദ്ധാത്മാവ് ഒരു പുതിയ അഭിഷേകമായി ഇന്ന് നാം ഓരോരുത്തരിലേക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈം എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Wake up, all of you. Wake. Come. What are we doing? We're praying. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചരണ്ട് മുറിക്കുള്ളിൽ കഥകടച്ചിരുന്ന സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം നാം കണ്ടു. നാം ഓരോരുത്തരും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു പെന്തക്കുസ്ത തിരുനാളായിരുന്നു ഇത്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ധാരാളം പ്രശസ്തരായ വചനപ്രഘോഷകരിലൂടെ ഈ ദിനങ്ങളിലെല്ലാം നാം ശ്രവിച്ചു. ഇന്ന് പ്രത്യേകമായി നേഴ്സുമാരുടെ ജീവിതത്തിൽ പെന്തക്കുസ്തയുടെ പ്രാധാന്യത്തെപ്പറ്റി കണ്ണൂർ വിമലഗിരി റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോൺസ് പുൽപ്പറമ്പിലച്ചൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പോടെ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആതുര ശുശ്രൂഷ മേഖലയെ സജീവമാക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, വർണ്ണന്യാതീതമായൊരു മഹത്വത്തിലാണ് നിങ്ങൾ ജീവിക്കുക. കാരണം നിങ്ങളിലൂടെ പ്രകാശമാക്കപ്പെടുന്നത് ക്രിസ്തു തന്നെയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് തമ്പുരാൻ നമ്മൾ നോക്കി പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലൂടെ അനേകായിരങ്ങൾ പ്രകാശത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. മനസ്സും ശരീരവും വിചാരവും വികാരങ്ങളും ജീവിത വ്യാപാരങ്ങളും ഔഷധത്തിൻ്റെ പശ്ചാത്തലം സ്വീകരിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷകളിലൂടെയാണ്. ഔഷധമെന്ന് പറയുന്നത് ശരിക്കും ക്രിസ്തു തന്നെയാണ്. രോഗികളുടെ മുമ്പിൽ സൗഖ്യമായ, പാവപ്പെട്ടവൻ്റെ മുമ്പിൽ സാന്നിധ്യമായ, വിശക്കുന്നവൻ്റെ മുമ്പിൽ അന്നമായ ക്രിസ്തുവിനെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുന്നു എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ തനിമയാണ്. ആത്മീയ ബോധമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിൽ തന്നെയാണ് എൻ്റെ സഹോദരങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതിൽ അഭിമാനമുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്ന് ഓരോ മേഖലകളിലും ഓരോ ശുശ്രൂഷ അവസരങ്ങളിലും നിങ്ങളറിയാതെ നിങ്ങളുടെ ആന്തരിക തലം
പറഞ്ഞു പോകുന്നുണ്ട് എന്ന സത്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സ്പർശനമേക്കുന്ന രോഗികൾ ആത്മാഭിഷേകത്താൽ തന്നെയാണ് സൗഖ്യം പ്രാപിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ തൻ്റെ ശുശ്രൂഷയെ ജീവനുള്ളതാക്കി മാറ്റാൻ പറ്റൂ. ജീവനുള്ള ശുശ്രൂഷ മേഖലയിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന ബോധം നമ്മളെ എല്ലാവരെയും അഭിമാനത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചു തരുകയാണ്. സത്യസന്ധതയുടെ, വിശ്വസ്തതയുടെ, വിശുദ്ധിയുടെ പശ്ചാത്തലങ്ങളാവണം നമ്മുടെ ശുശ്രൂഷ മേഖലകൾ. ആത്മീയ ചൈതന്യം ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും സത്യസന്ധതയുടെ, വിശ്വസ്തതയുടെ, വിശുദ്ധിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഭാഗികമായിട്ടുള്ള തലങ്ങളിലല്ല, ആന്തരിക തലങ്ങളിലാണ് ക്രിസ്തു രൂപപ്പെടുന്നതെന്ന ബോധ്യം ഒരു വ്യക്തികൾക്കുമുണ്ടാവണം. ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആത്മീയ ശക്തിയാൽ വ്യത്യസ്തമായ ഈ ഒരു മേഖലയെ ധന്യമാക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ക്രിസ്തുവിൽ തന്നെയാണ്. പ്രകാശത്തിൻ്റെ പൂർണ്ണതയാണ് പരിശുദ്ധാത്മാവിലൂടെ പ്രകടമാക്കപ്പെടുന്നത്. പ്രകാശമെന്നത് സൗഖ്യമായിത്തീരുന്ന യാഥാർത്ഥ്യമാണ്. അന്ധകാരം ഓടിയകലാൻ ഞാനാകുന്ന വ്യക്തിയിൽ നിന്ന് ആത്മാവിൻ്റെ പ്രേരണയൊഴുകുമ്പോൾ അത് പ്രകാശം തന്നെയാണ്. സായാഹ്നമായപ്പോൾ അമ്മ പിഞ്ചുകുഞ്ഞിനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, സായാഹ്നമായത് കണ്ടില്ലേ, ഇരുട്ട് ബാധിച്ചത് കണ്ടില്ലേ? എന്നിട്ട് ഒരു കൊച്ചു വിളക്ക് കത്തിച്ച് ഈ പിഞ്ചുമകൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ പിഞ്ചുമകനോട് അമ്മ പറയുന്നുണ്ട്, ഈ വിളക്ക് കൊണ്ടുപോയി ഇരുട്ടുള്ളിടത്ത് വെക്കുക. ഈ കത്തിച്ച വിളക്കുമായിട്ട് പിഞ്ചുകുഞ്ഞ് മൂലയിലെ മുറിയിലേക്ക് പോവുകയാണ്. മൂലയിലെ മുറിയിൽ ചെന്നിട്ട് അവൻ നോക്കി, അവിടെ ഇരുട്ടുണ്ടോ? അവിടെ അവൻ ഇരുട്ട് കണ്ടില്ല. വീണ്ടും ഈ കത്തിച്ച വിളക്കുമായി അടുത്ത മുറിയിലേക്ക് പോവുകയാണ്. അവൻ അവിടെ ചെന്ന് നോക്കി, അവിടെ ഇരുട്ടുണ്ടോ? അവിടെ ഇരുട്ടില്ല. വീണ്ടും ഈ കത്തിച്ച വിളക്കുമായി അവൻ വാതിലിൻ്റെ മറുവിൽ പോയി, അതോടൊപ്പം കട്ടിലിൻ്റെ അടിയിൽ പോയി നോക്കി. എവിടെയും ഇരുട്ട് കാണാതെ അവസാനം വീടിൻ്റെ ഉമ്മറത്ത് കത്തിച്ച വിളക്കുമായിട്ട് ഈ കുഞ്ഞ് നിൽക്കുമ്പോൾ സ്വന്തം അമ്മ വന്നിട്ട് ചോദിച്ചു, മകനെ, എന്തുകൊണ്ടാണ് നീ വിളക്ക് വയ്ക്കാത്തത്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ വിളക്ക് അന്ധകാരത്തിൽ കൊണ്ടുവെക്കാൻ? അവൻ പറഞ്ഞു, അമ്മേ, ഈ കത്തിച്ച വിളക്കുമായി ഞാൻ മൂലയിലെ മുറിയിൽ പോയി, അവിടെ ഇരുട്ടുണ്ടോ എന്ന് നോക്കി, ഞാൻ അവിടെ ഇരുട്ട് കണ്ടില്ല. വീണ്ടും ഈ കത്തിച്ച വിളക്കുമായിട്ട് ഞാൻ അടുത്ത മുറിയിൽ പോയി, അവിടെയും ഞാൻ ഇരുട്ട് കണ്ടില്ല. വാതിലിൻ്റെ മറുവിൽ പോയി നോക്കി, അവിടെയും ഞാൻ ഇരുട്ട് കണ്ടില്ല. കട്ടിലിൻ്റെ അടിയിൽ പോയി നോക്കി, അവിടെയും ഞാൻ ഇരുട്ട് കണ്ടില്ല. ഞാൻ ഒരിടത്തും ഇരുട്ട് കണ്ടില്ല. ഇരുട്ട് കാണാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിളക്ക് വെക്കാത്തത്. അമ്മ പറഞ്ഞില്ലേ ഇരുട്ടുള്ളിടത്ത് വിളക്ക് വെക്കാൻ? അമ്മ അവൻ്റെ മിഴികളിലേക്ക് നോക്കി പറഞ്ഞു, കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു വിളക്ക് നിൻ്റെ കയ്യിലുള്ളപ്പോൾ നീ ഏത് അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ പോയാലും ഇരുട്ട് കാണില്ല. യഥാർത്ഥമായ പ്രകാശത്തിൽ ശുശ്രൂഷയിൽ നടന്നു നീങ്ങുന്ന ഒരു വ്യക്തിക്ക് അന്ധകാരമെന്ന് പറയുന്ന അടിമത്തമുണ്ടാവില്ല. ഈ പ്രകാശത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരിക്കലും നിനക്ക് തിന്മ കാണാൻ പറ്റില്ല. പരിശുദ്ധാത്മാവാകുന്ന പ്രകാശം ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ അവൻ അന്ധകാരത്തിൻ്റെ നടുവിൽ പ്രകാശമായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന സത്യവും സത്യവുമാകും. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്നാലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി തകർക്കപ്പെടില്ല. അന്ധകാരത്തിൻ്റെ ശക്തികൾ ഓടിയില അകലുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. എൻ്റെ കരമുയർത്തുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് ഔഷധ പിൻബലത്തോടു കൂടി മാത്രമല്ല, മറിച്ച് എന്നിൽ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ തന്നെയാണെന്ന് അഭിമാനത്തോടെ ആതുര ശുശ്രൂഷക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിനക്ക് പറയാൻ പറ്റണം. സത്യസന്ധതയുടെ, വിശ്വസ്തതയുടെ,
വിശുദ്ധിയുടെ പശ്ചാത്തലമാണ് എന്നെ ആത്മാവിൽ ജ്വലിപ്പിക്കാൻ പ്രാപ്തനാക്കി തീർക്കുന്നതെന്നും പ്രാപ്തിയാക്കി തീർക്കുന്നതുമെന്നും ബോധ്യമുണ്ടാകണം. ദൈവത്തിൻ്റെ കരുത്ത് നാം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ നമുക്കൊരിക്കലും ഇവിടെ നിൽക്കാൻ കഴിയില്ല. ജ്വലിച്ചു നിൽക്കുന്ന സത്യം പോലെ, ജ്വലിച്ചു നിൽക്കുന്ന ആത്മീയ ചേതന പോലെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. സമറിയക്കാരി സ്ത്രീ തൻ്റെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചുള്ള അവബോധം സിദ്ധിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ കുറവ് ശേഖരിക്കാൻ അവൾ ഉപയോഗിച്ച ആ കുടത്തെ തമ്പുരാൻ്റെ പാദത്തിൻ്റെ കീഴിൽ വെച്ചിട്ട് ആദ്യത്തെ മിഷണറിയായി, ആദ്യത്തെ പ്രേഷിതയായി, ആദ്യത്തെ സുവിശേഷ പ്രഘോഷയായിട്ട് തീർന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിച്ചതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുന്ന വ്യക്തികൾ താൻ ആയിരിക്കുന്ന ഇടത്ത് സാക്ഷ്യത്തിൻ്റെ മുദ്രയായിട്ട് മാറും. സാക്ഷ്യം കൊണ്ട് ക്രിസ്തുവിനെ താനറിയാതെ, മറ്റുള്ളവർ പോലും അറിയാതെ പകർന്നു കൊടുക്കുന്ന യാഥാർത്ഥ്യമാകും. ഞാൻ അക്രൈസ്തവൻ്റെ മുമ്പിൽ, ഹൈതവൻ്റെ മുമ്പിൽ, മുസൽമാൻ്റെ മുമ്പിൽ ശുശ്രൂഷകനായി, ശുശ്രൂഷകയായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ അവിടെ സുവിശേഷം പറയുന്നില്ല. എൻ്റെ ഒരു കരസ്പർശനത്താൽ ഞാനറിയാതെ, അവനറിയാതെ, അവളറിയാതെ അവളിലേക്കൊഴുകുന്ന യാഥാർത്ഥ്യത്തിന് വിളിക്കുന്ന പേരാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ബൈബിൾ മാത്രമല്ല, മറിച്ച് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ ജീവിത മൂല്യങ്ങളാണ്. ഈ ജീവിത മൂല്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു ശുശ്രൂഷ മേഖലയിൽ ക്രിസ്തുവെന്ന യാഥാർത്ഥ്യത്തെ പകർന്നു കൊടുക്കാൻ പറ്റൂ. ആത്മാവിനാൽ ജ്വലനം സ്വീകരിച്ച വ്യക്തി ഒരിക്കലും തളർന്നു പോകുന്ന വ്യക്തിയല്ല. ആത്മീയ ചൈതന്യമുള്ള വ്യക്തി ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ പോലും അതിനെ അതിജീവിച്ച് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ പകരാൻ ചേതനയുള്ള, ശക്തിയുള്ള വ്യക്തിയായിട്ട് മാറും എന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വേട്ടയാടുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള ഇടമാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചുള്ള അവബോധത്താൽ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ ഒരു മുള്ളുണ്ട്. മുള്ളുകളെക്കുറിച്ചുള്ള അവബോധത്താൽ പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നുണ്ട്, തമ്പുരാനെ എൻ്റെ ജീവിതത്തിലെ മുള്ളെടുത്തു മാറ്റണമേ. 3 പ്രാവശ്യം അവിടുത്തെ പ്രാർത്ഥന ധാരധാരയായിട്ട് തമ്പുരാൻ്റെ സാന്നിധ്യത്തിലേക്ക് ഒഴുകിയപ്പോൾ തമ്പുരാൻ അവനോട് പറഞ്ഞ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ: നിനക്ക് എൻ്റെ കൃപ മതി. ബലഹീനതയെക്കുറിച്ചുള്ള അവബോധത്താൽ ഒരു വ്യക്തി തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തമ്പുരാൻ അവനിലേക്കും അവളിലേക്കും ഒഴുക്കിക്കൊടുക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ് പരിശുദ്ധാത്മാവ്. ദേവാലയത്തിൻ്റെ മൂലയിൽ കണ്ണുകൾ ഉയർത്താൻ പോലും ത്രാണിയില്ലാതെ പ്രാർത്ഥിച്ചു നിന്ന ഒരു ചുങ്കക്കാരൻ്റെ കഥ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു വ്യക്തിക്ക് സ്വയാവബോധത്തിൻ്റെ നാമ്പുകൾ ഉള്ളിലിട്ടുകൊടുക്കുന്നത് പോലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതിനാൽ ദേവാലയത്തിൻ്റെ മൂലയിൽ ആരും ശ്രദ്ധിക്കാതെ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അവബോധത്താൽ നിന്ന് അവൻ പ്രാർത്ഥിച്ചു: കുറവുകളുള്ളവനാണ് ഞാൻ. കുറവുകളുള്ള എന്നെ നേടിയെടുക്കാൻ ക്രിസ്തുവിന് കഴിയുമെന്ന ബോധ്യം എനിക്കും നിനക്കും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. പൗലോസ്ലീഹ കുറവുകളെ കൊടുത്ത അഭിമാനത്തോടെ അവസാനം പറഞ്ഞത്: ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ശക്തനാകുന്നത്. വെൻ ഐ ആം വീക്ക് ദെൻ ഐ ആം സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നീ ബലഹീനതയിലൂടെ പോയിക്കൊള്ളുക, നീ ശക്തി പ്രാപിച്ചുകൊള്ളും എന്നല്ല. വെൻ ഐ ആം അവെയർ ഓൺ മൈ വീക്ക്നെസ് ദെൻ ഐ ആം സ്ട്രെങ്തൻഡ് എന്നാണ്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചുള്ള അവബോധമുള്ളവളായിട്ട് മാറുമ്പോഴാണ് ശക്തി പ്രാപിക്കുന്നത്. കുറവുകളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അവരെൻ്റെ കുറവുകളെ കാണാതിരിക്കാനുള്ള ബലം തരുന്നത് പരിശുദ്ധാത്മാവാണ്. നിൻ്റെ ജീവിത പങ്കാളിയുടെ മിഴികളിലേക്ക് കുറവുകൾ കാണാനുള്ള ബലം കിട്ടുന്നതും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയാണ്. അതുകൊണ്ടാണ് അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ നിന്നപ്പോൾ അന്ധകാരം അകന്നു പോകാനുള്ള സാധ്യതയായിട്ട് വിളക്ക് മാറി എന്ന് നമുക്കറിയാം. കത്തിജ്വലിക്കുന്ന വിളക്കിനൊരിക്കലും അന്ധകാരത്തോട് കൂട്ടുചേരാനുള്ള ത്രാണിയില്ല, ബലമില്ല എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആത്മീയമായ ചൈതന്യമുള്ള ഞാനും നീയും പറയണം:
എന്നിൽ ലീനമായി തീർന്ന സത്യം പരിശുദ്ധാത്മാവാകുന്ന പ്രകാശവ. ഞാൻ വ്യത്യസ്തമായ തിന്മയുടെ ശക്തിയുള്ള വികലമായ ജീവിതത്തിൻ്റെ ഉടമസ്ഥത സ്വീകരിച്ച വ്യക്തികളോടൊപ്പം കലർത്തപ്പെട്ട് എൻ്റെ ശുശ്രൂഷ മേഖലയെ വിശാലമാക്കാനും എൻ്റെ കരങ്ങളിലൂടെ എൻ്റെ ബുദ്ധിവൈഭവിൻ പിൻബലത്തോടുകൂടെ ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും ഞാൻ ഓർക്കണം, ഞാൻ അന്ധകാരത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും തിന്മയുടെ സാഗരത്തിലാണെങ്കിലും ഞാൻ ജ്വലിച്ചു നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച സ്ലീഹന്മാരൊരിക്കലും അവരവിടെയായിരുന്നില്ല, മറിച്ച് ലോകത്തിൻ്റെ 4 ദിക്കുകളിലേക്ക് പോയി. പ്രതിസന്ധിയുടെ മധ്യത്തിൽ പോലും തളരാതിരിപ്പാനുള്ള ബലം കിട്ടിയത് ജ്വലിച്ചു നിന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാ മക്കളെ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളെല്ലാവരും ആത്മീയ ആനന്ദത്തിൽ മുഴുകുന്നവരായി മാറട്ടെ എന്ന് ആശംസിച്ചു തരുകയാണ്. യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് സത്യമാണെന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെ തന്നെയാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു എന്നതിൻ്റെ കാതലായ തെളിവ് തെളിഞ്ഞു വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ളപ്പോൾ മാത്രമാണ്. ഒരു വ്യക്തി പക്വത പ്രാപിച്ചു, ഒരു വ്യക്തി ആത്മീയമായിട്ട് പക്വത പ്രാപിച്ചു എന്നതിൻ്റെ തെളിവ് ആ വ്യക്തിയിൽ കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 6 മുതലുള്ള തിരുവചനം നമ്മൾ കാണുന്നുണ്ട്. അവിടെ തമ്പുരാൻ വളരെ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരികയാണ്. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവൻ വന്നു. എന്നാൽ ഫലമൊന്നും കണ്ടില്ല. അവൻ കൃഷിക്കാരനെ വിളിച്ചു പറഞ്ഞു, 3 വർഷമായി ഞാൻ ഫലമന്വേഷിച്ചു വരുന്നു, ഒരു ഫലവും കാണുന്നില്ല. ഇതിനെ വെട്ടിക്കളഞ്ഞുകൊള്ളുക, എന്തിന് നിലം പാഴാക്കണം? കർഷകൻ പറഞ്ഞു, യജമാനെ, 1 വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം. ഫലമില്ലായെങ്കിൽ നീ വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഒരു വൃക്ഷം പക്വത പ്രാപിച്ചു എന്നതിൻ്റെ തെളിവാണ് ആ വൃക്ഷത്തിൽ കാണുന്ന ഫലങ്ങൾ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധ്യാനിച്ചെടുക്കേണ്ട സത്യം ഇതാണ്. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് കർഷകന് വേണ്ടിയിട്ടുള്ള മാർഗരേഖാ പുസ്തകമല്ല, മറിച്ച് ഈ പുസ്തകത്തിലൂടെ പ്രകടമാക്കുന്ന സത്യം ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അവൻ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ആന്തരിക തലങ്ങളിൽ വന്നു എന്നാണ്. ആന്തരിക തലത്തിൽ വന്നിട്ട് അവൻ നോക്കിയ സത്യമെന്താണ്? എന്നിൽ ഫലമുണ്ടോ എന്നാണ്. ഇവിടെ തമ്പുരാൻ പറഞ്ഞു തരുന്ന കഥയിൽ ആദ്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. സഭാത്മകമായിട്ട് ചിന്തിച്ചാൽ എന്താണ് മുന്തിരിത്തോട്ടം? സഭയാണ്, പുതിയ ഇസ്രായേലാണ്. ഞാനാകുന്ന വ്യക്തിയെ തമ്പുരാൻ സഭയിൽ വലിയ കരുത്തും കരുതലും കൂതാശകളും തന്ന് വളർത്തിക്കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഫലം കൊടുക്കാൻ കഴിയാതെ പോയത്? അതാണ് തമ്പുരാൻ ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാധ്യതകളും തന്നിട്ട്, സാധ്യതകളില്ലാത്തിടത്ത് സാധ്യതകൾ തന്നിട്ട്, വ്യത്യസ്തമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലങ്ങളിലൂടെ നമ്മൾ നടത്തി, സാധ്യതകളുടെ വിശാല ലോകം നമുക്ക് വിടർത്തിക്കാട്ടി, നമ്മളെ തമ്പുരാൻ കൃത്യമായിട്ട് പരിപാലിച്ച് നട്ടുപിടിപ്പിച്ചിട്ടും നമ്മുടെ അലസതയുടെ ഭാവം കൊണ്ട് നമുക്ക് ഫലമുണ്ടാകാതെ പോകുന്നു. ഫലമില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് പറയാം. ശപിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഫലമുണ്ടോ നമുക്ക്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഫലം എന്ന വാക്ക്, പ്രത്യേകിച്ച് സുവിശേഷത്തിൽ ഫലം എന്ന വാക്ക് ഉപയോഗിച്ചാൽ അതെന്താണ് മക്കളെ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. എന്താണ് ഫലങ്ങൾ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മനിയന്ത്രണം. ഇതില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ തെളിവ്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ്
അവളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടാകുമെന്നാണ്. സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും സൗമ്യതയും വിശ്വസ്തതയും ആത്മനിയന്ത്രണവും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള വ്യക്തിയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അവനിൽ രൂഢമൂലമായി തീർന്ന് പ്രകടമാക്കപ്പെടുന്ന സത്യവുമായിരുന്നു എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് 33 വർഷക്കാലം ഈ മണ്ണിൻ്റെ മാറിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അവൻ പറഞ്ഞു കൊടുത്തതും ചെയ്തു തീർത്തതും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ പിൻബലത്തോടുള്ള പ്രവർത്തനമായിരുന്നു. അതുകൊണ്ടാണ് അവൻ രോഗിയുടെ മുമ്പിൽ സൗഖ്യമായത്. അതുകൊണ്ടാണ് അവൻ പാപപ്പെട്ടവൻ്റെ മുമ്പിൽ സാന്നിധ്യമായത്. അതുകൊണ്ടാണ് അവൻ വസ്ത്രമില്ലാത്തവൻ്റെ മുമ്പിൽ മറയായി സാന്നിധ്യമായി നിന്നത്. അതുകൊണ്ടാണ് അവൻ മരണത്തിൻ്റെ മുമ്പിൽ ഉത്തിതനായത്. അതുകൊണ്ട് മാത്രമാണ് വിശക്കുന്നവൻ്റെ മുമ്പിൽ അന്നമാകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിനു വേണ്ടി ഭിക്ഷയാചിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് സ്നേഹമാകാൻ കഴിയണം. ക്ഷമയുടെ മുമ്പിൽ ഭിക്ഷയാചിക്കുന്നവൻ്റെ മുമ്പിൽ, ക്ഷമയ്ക്ക് വേണ്ടി ഭിക്ഷയാചിക്കുന്നവൻ്റെ മുമ്പിൽ നിനക്ക് ക്ഷമയാകാൻ കഴിയണം. ദയയ്ക്കു വേണ്ടി ഭിക്ഷയാചിക്കുന്നവൻ്റെ മുമ്പിൽ നിനക്ക് ദയയാകാൻ കഴിയണം. ശരീരത്തിൻ്റെ പ്രവണതയാൽ വികൃതമായ അവസ്ഥയിലേക്ക് നീ വേട്ടയാടപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആത്മനിയന്ത്രണത്തിൻ്റെ പശ്ചാത്തലം ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയണം. അതുകൊണ്ട് മാത്രമാണ് പറയുക, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തു സ്വഭാവത്തോടുള്ള മനുഷ്യൻ്റെ ഒട്ടിച്ചേരലാണ്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു സ്വഭാവത്തോട് രമ്യതപ്പെട്ടു നിൽക്കുന്ന വ്യക്തി എന്നത് തന്നെയാണ്. അതിനാൽ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തമ്പുരാൻ എപ്പോഴും നോക്കുന്നത് നിന്നിൽ ഫലമുണ്ടോ എന്ന് കരുതിക്കൊണ്ടാണ്. ആ ഒരു പശ്ചാത്തലത്തെ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് രമ്യതപ്പെടുത്താം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനം. അടുത്ത ദിവസം അവൻ ബെഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്നൊരു അത്തിവൃക്ഷം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. യേശു പറഞ്ഞു, ഇനിയൊരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാരത് കേട്ടു. സുവിശേഷമറിയാത്തൊരു വ്യക്തി ഈ ഭാഗത്തെ എടുത്തു വായിച്ചാൽ പറയും, തമ്പുരാൻ എന്തൊരു വിഡ്ഢിയാണ്, കാലഭേദങ്ങളെക്കുറിച്ച് അവബോധം പോലുമില്ലല്ലോ. കാലമല്ലാത്തൊരു കാലത്തൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി ഫലമന്വേഷിച്ചു എന്ന് കാണുകയാണ്. തമ്പുരാൻ വിഡ്ഢിയാണോ അവിടെ? ഞാൻ പുറത്തേക്ക് നോക്കിയിട്ട് ഇപ്പോൾ പകലാണോ രാത്രിയാണോ എന്ന് ചോദിച്ച് ഞാനിപ്പോൾ രാത്രിയല്ലേ എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയും, ഈ മനുഷ്യൻ കാലഭേദങ്ങളെക്കുറിച്ച് അവബോധമില്ലാത്തവനാണ്, ഭ്രാന്തനാണ്. അവിടെ സംഭവിച്ചത് ഇപ്രകാരമാണ്. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. എന്നിട്ടും തമ്പുരാൻ പറഞ്ഞു, നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ. എന്താ അതിൻ്റെ അർത്ഥം? വളരെ കൃത്യമായി ദൈവശാസ്ത്ര പിൻബലത്തോടുകൂടെ അത് ധ്യാനിച്ചാൽ, അകലെ തളിരിട്ടു നിൽക്കുന്ന വൃക്ഷം കണ്ട്, തളിരിടുക എന്ന് പറഞ്ഞാൽ തന്നിൽ ഫലമുണ്ട് എന്ന് സൂചിപ്പിച്ചു. ഒരിക്കലും കാലമല്ലാത്ത കാലത്ത് ഒരു വൃക്ഷത്തിൽ നിന്ന് ഫലം നമ്മൾ അന്വേഷിക്കാറില്ല. പക്ഷേ കാലമല്ലാത്ത കാലത്ത് നിൽക്കുന്ന വൃക്ഷം പറയുകയാണ്, എന്നിൽ ഫലമുണ്ടെന്ന് പറയുകയാണ്. ഞാനും നീയും ക്രിസ്ത്യാനിയാകണമെന്നോ ഞാൻ വൈദികനാകണമെന്നോ ഒന്നും നിർബന്ധമില്ല, ഞാൻ സന്യാസിയാകണമെന്നോ നിർബന്ധമില്ല. പക്ഷേ ഒരിക്കൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സന്യാസിയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫലം. ആ തമ്പുരാൻ അന്വേഷിച്ച് നമ്മുടെ ചുവട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ, ചുവടെന്ന് പറഞ്ഞാൽ ആന്തരിക തലങ്ങളിലേക്ക് വന്നിട്ട് തമ്പുരാൻ നോക്കുന്നത് എന്താണെന്നറിയാമോ മക്കളെ? ഫലങ്ങളുണ്ടോയെന്ന. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മനിയന്ത്രണം. ഇത് നമുക്കുണ്ടെങ്കിൽ ക്രിസ്തു നമ്മളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തു രൂപപ്പെടുവോളം ത്യാഗത്തിൻ്റെ പശ്ചാത്തലമുണ്ടാകണമെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞു. ഈറ്റുനോവിൻ്റെ പ്രക്രിയ
സ്നേഹം സ്വീകരിക്കാൻ, ആനന്ദം സ്വീകരിക്കാൻ, സമാധാനം സ്വീകരിക്കാൻ, ക്ഷമ സ്വീകരിക്കാൻ, ദയ സ്വീകരിക്കാൻ, എല്ലാറ്റിലും ഉപരിയായി ആത്മനിയന്ത്രണം സ്വീകരിക്കാൻ നമ്മളിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുത്തും കരുതലും നിങ്ങളിലേക്ക് ഒഴുകട്ടെ. നിങ്ങളിൽ നിന്ന് രോഗികളിലേക്കും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലേക്കും നിങ്ങളെ സ്പർശിച്ചു നിൽക്കുന്ന ഉത്തരവാദിത്തങ്ങളിലേക്കും ഒഴുകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം മാറി പ്രകാശം നിറയുന്നു. ആ പ്രകാശം ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലെ അന്ധകാരത്തെ നീക്കിക്കളയുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ നമ്മുടെ സാന്നിധ്യം പോലും ചുറ്റുമുള്ള അശുദ്ധിയെയും പാപത്തെയും നീക്കിക്കളയുന്നതായി നാം ശ്രവിച്ചു. ബഹുമാനപ്പെട്ട ജോൺസ് അച്ഛനിലൂടെ നമുക്ക് ലഭിച്ച സന്ദേശത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഷാർജയിൽ ചാർജ് നേഴ്സായി ജോലി ചെയ്യുന്ന റോസി സിസ്റ്ററിൻ്റെ ജീവിതാനുഭവം നമുക്ക് ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റോസി. ഞാൻ ഷാർജയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് ICUവിലാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഈ ദിവസം ഈ പെന്തക്കോസ്താ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു രോഗിയെ ഒരിക്കൽ ഡ്രസ്സിങ് ചെയ്യുകയായിരുന്നു. ഒരു പ്രായമായ അമ്മച്ചി, 80-85 വയസ്സുണ്ട്. അവർ സെപ്റ്റിക് ഷോക്കായിരുന്നു. അവരുടെ വൂണ്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു വൂണ്ട്. ആ വൂണ്ടിൽ നിന്ന് പുഴുക്കളെല്ലാം വരുന്ന അവസ്ഥ, ഭയങ്കര ഫൗൾ സ്മെല്ലിങ്. ഡ്രസ്സിങ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്കൊരു വിഷമം തോന്നുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഞാനതിനെ കുറച്ച് നേരം നിന്ന് ഡ്രസ്സിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് അമ്മച്ചിയുടെ മക്കളെല്ലാം നിൽപ്പുണ്ട്. എന്നിരുന്നാലും എന്നെ വിളിച്ചിട്ട് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ ദൈവം അനുഗ്രഹിക്കും. അതെൻ്റെ ജീവിതത്തിലൊരു പെന്തക്കോസ്താ അനുഭവമായിരുന്നു. അതിനുശേഷം സഹോദരങ്ങളെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. സ്നേഹം, സമാധാനം, സന്തോഷം എല്ലാം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു രോഗിയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് നിൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ കൃപയും സമാധാനവും ധാരാളമായി നൽകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന ഓരോ നേഴ്സിനും ഈ ലോകത്തിൽ പ്രകടമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് നാം കണ്ടു. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാർക്കും ഇത്തരം ഒരു പെന്തക്കോസ്താ അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജൂൺ 14 UAയിലുള്ള എല്ലാ നേഴ്സുമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി അലൈൻ സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട വർഗീസ് ചെമ്പോളിയച്ചൻ്റെയും ഡോക്ടർ ജോൺ ഡിയുടെയും നേതൃത്വത്തിൽ ഒരു പെന്തക്കോസ്താ ഏകദിന ശുശ്രൂഷ നടത്തപ്പെടുന്നു. ഏറെ ദാഹത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ നേഴ്സുമാരും കുടുംബത്തോടൊപ്പം കടന്നു വരുവാനും ഒരു പുതിയ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുവാനും നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന്
പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. Holy Spirit